നമസ്കാരം. വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗണിതശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സമവാക്യവുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ ക്ലാസ്. അതായത് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക എന്നുള്ളതാണ്. സമചതുര സ്തൂപികയുടെ പാർശ്വതല പരപ്പളവ്, അതേപോലെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം, ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതിൽ ഏറ്റവും പരിചയപ്പെടേണ്ടതായിട്ടുള്ള കാര്യം പാദം അഥവാ അതിന്റെ ബേസ് എന്ന് പറയുന്നതിനെ നമ്മൾ സൂചിപ്പിക്കുക. അതിനെ ആ എഡ്ജിനെ പറയുന്ന പേര് ബേസ് എഡ്ജ് എന്നാണ് പറയുക. അങ്ങനെ 4 ബേസ് എഡ്ജുകൾ ഉണ്ടായിരിക്കും. നോക്കൂ, 1 2 3 4 ബേസ് എഡ്ജ് ആണ് എ എന്ന് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഒരു ത്രികോണങ്ങൾ 1 2 3 4 ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിൾസ് മടക്കി കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും. അതിന്റെ മുകളിലേക്കുള്ള ഹൈറ്റ് ആണ് അതിന്റെ ഉയരം h എന്ന് പറയുന്നത്. അവിടെ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ സമചതുര സ്തൂപികയുടെ അല്ലെങ്കിൽ ഈ സ്ക്വയർ പിരമിഡിന്റെ ഡയഗണൽ ആണിത്. ഡയഗണൽ അഥവാ വികരണമാണിത്. ഇതിന്റെ ഈ വശങ്ങളുടെ ഇതിനെ പറയും ലാറ്ററൽ എഡ്ജ് എന്നാണ് അറിയപ്പെടുക, അഥവാ പാർശ്വവക്ക് എന്നറിയപ്പെടുന്നു. മറ്റ് അറിയപ്പെടുക ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. ഇത് പാർശ്വവക്ക്. ഇത് കൂടാതെ ഇതിന്റെ മധ്യത്തിൽ നിന്ന് ഇതിന്റെ മധ്യത്തിൽ നിന്ന് പാദവക്കിന്റെ മധ്യത്തിൽ നിന്ന് ഈ എഡ്ജിന്റെ അഥവാ ഈ പാർശ്വവക്കിന്റെ മൂലയിലേക്ക് വരയ്ക്കുന്ന ഒരു രേഖയുണ്ട്. അതാണ് ലാറ്ററൽ. അതിനെ പറയുന്ന പേരാണ് സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം എന്ന്. അങ്ങനെ ചെരിവ് ഉയരങ്ങളും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഘടകങ്ങൾ, വേണ്ടുന്ന കാര്യങ്ങൾ. ഉയരം, പാർശ്വവക്ക് അഥവാ ലാറ്ററൽ എഡ്ജ്, പാദവക്ക് അഥവാ ബേസ് എഡ്ജ്, ഡി അഥവാ വികരണം അഥവാ ഡയഗണൽ, ചെരിവുയരം അഥവാ സ്ലാന്റ് ഹൈറ്റ്. ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയതുപോലെ തന്നെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിലുള്ള വശങ്ങളിലുള്ള പാർശ്വം എന്നാണ് അർത്ഥം. പാർശ്വം എന്ന് പറഞ്ഞാൽ വശമാണ്. അപ്പോൾ അതിന്റെ ഏരിയ അഥവാ പാർശ്വതല പരപ്പളവ് എന്ന് പറയുന്നു. ഇത് കണ്ടെത്താൻ പൊതുവേ ഉള്ള ഒരു സമവാക്യമാണ് അര ഇൻറ്റു പാദ ചുറ്റളവ് ഇൻറ്റു ചെരിവുയരം സ്ലാന്റ് ഹൈറ്റ്, ഹാഫ് ഇൻറ്റു ബേസ് പെരിമീറ്റർ ഇൻറ്റു സ്ലാന്റ് ഹൈറ്റ് എന്നാണ്. അപ്പൊ ഞാൻ അര അവിടെ എഴുതി. പാദ ചുറ്റളവ് നോക്കിയപ്പോൾ ഇതൊരു സമചതുരമായതുകൊണ്ട് അഥവാ ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല 4a എന്നാണ്, 4a എന്നാണ്. അതുകൊണ്ട് 4a എന്ന് എഴുതി. ഇൻറ്റു സ്ലാന്റ് ഹൈറ്റ് എന്നുള്ളത് കൊണ്ട് L ആണ്, അതുകൊണ്ട് L എഴുതി. അങ്ങനെ രണ്ടും വെട്ടിക്കളഞ്ഞ് നമുക്ക് സമവാക്യം ലഭിച്ചിരിക്കുന്നു. 2al എന്നാണ് ഇതിന്റെ പാർശ്വതല പരപ്പളവ് കാണാനുള്ള സമവാക്യം. ഇത് ബൈഹാർട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അടുത്തത് ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയ അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് ഉപരിതല പരപ്പളവ് എന്ന് മലയാളത്തിലും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് ഇംഗ്ലീഷിലും പറയും. അതിനുള്ള പൊതു സമവാക്യം ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് ബേസ് ഏരിയ എന്നാണ്. അതായത് പാർശ്വതല പരപ്പളവ് പ്ലസ് പാദ പരപ്പളവ് എന്നാണ് അതിന്റെ സമവാക്യം. പാദ ചുറ്റളവല്ല, പാദ പരപ്പളവാണ്. പാദ പരപ്പളവ്. അപ്പം ഇത് നമുക്കറിയാം, LSA നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. 2al എന്നാണ് കണ്ടുപിടിച്ചത്. പാദ ചുറ്റളവല്ല, പാദ പരപ്പളവാണ്. പാദ പരപ്പളവ് എന്ന് പറയുന്നത് പാദം ഒരു സമചതുരമായതുകൊണ്ട് അതിന്റെ സ്ക്വയർ, അതിന്റെ വർഗമാണ്. അതിന്റെ വർഗം അഥവാ ഏരിയ ഓഫ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. അങ്ങനെ എ സ്ക്വയർ എന്ന് വന്നു. അതുപോലെ തന്നെ വോള്യം എന്ന് പറയുന്നത് പൊതുവെ ഏത് സ്തൂപികയുടെയും ഏത് പിരമിഡിന്റെയും വോള്യം 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ്. അഥവാ പാദ പരപ്പളവ് 1/3 ഇൻറ്റു പാദ പരപ്പളവ് ഇൻറ്റു ഉയരം. നോക്കൂ, പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയതുകൊണ്ട് എ സ്ക്വയർ, ഉയരം h ആണ്. അങ്ങനെ അതിന്റെ സമവാക്യം 1/3 എ സ്ക്വയർ h എന്നാണ് വരിക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ക്വയർ പിരമിഡുമായി ബന്ധപ്പെട്ട ഒരു ആശയം ഇതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.